ഇതായി കാണുന്ന ബ്ലോവർ വെച്ച് നമുക്ക് ഇതിലേക്കൂടി എയർ ഒന്ന് അടിച്ച് ഈ ഒരു കംപ്രസർ വീല് കറക്കുമ്പോൾ ടർബൈൻ വീല് കറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോവർ വെച്ച് ഇതിലേക്കൂടി എയർ ഇടുന്നുണ്ട്. എത്ര RPM കറങ്ങുന്നുണ്ടോ? ഹൈ സ്പീഡിലാണ് ഈ ഒരു ടർബൈൻ വീല്. രണ്ട് ഷാഫ്റ്റും കാണുന്നതാണ് ടർബോ ഷാഫ്റ്റ്, ടർബോ കോർ കിറ്റ്, ടർബോ ചാർജർ എല്ലാം പറയും. മൊത്തത്തിൽ വരുമ്പോൾ ഇതിൻ്റെ കേസിങ് രണ്ട് ഔട്ടും ഇന്നും കേസിങ് വരുമ്പോൾ ടർബോ ചാർജർ അസംബ്ലിയായി. കേസിങ് മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള വിഷയം. ചെറിയൊരു പുട്ടുകുറ്റിയിൽ അത്രയേ ഉള്ളൂ ഈ സാധനം. ഇതാണ് എഞ്ചിനിൽ കൂടുതൽ പവർ കൊടുത്ത് മൈലേജ് കൊടുത്ത് ഫുള്ളായിട്ട് ഒരു വാഹനത്തിനെ അടിപൊളിയാക്കുന്ന രീതി ഉണ്ടാക്കുന്നത് ഈ ഒരു ടർബോ ചാർജറാണ്. വാഹനത്തിന് പവർ കൂട്ടാനുള്ളത്. നമ്മൾ എത്രത്തോളം ആക്സിലേറ്റർ കൊടുക്കുമോ അത്രത്തോളം എയർ എഞ്ചിനിലോട്ട് പ്രൊഡ്യൂസായി എഞ്ചിനിൽ പവർ കൂട്ടി മൈലേജ് കൂട്ടി ഡീസലിൻ്റെ അളവും കുറയ്ക്കുന്നത് ഈ കാണുന്ന ടർബോ ചാർജറാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹുണ്ടായി ക്രെറ്റ 2018 മോഡലാണ്. ഈ ഒരു വാഹനം ടാക്സി വേരിയൻ്റാണ്, ടാക്സി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ടർബോയുടെ കോർ കിറ്റ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത്. ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ ഏകദേശം 76,602 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഇത് ഡീസൽ വേരിയൻറ്റ് 1.4 ആണ്. 1.6 വരുന്നുണ്ട്, 1.4 വരുന്നുണ്ട്. ഈ ഒരു ക്രെറ്റ വെർണ അതുപോലെ തന്നെ i20 ഒക്കെ 1.4 ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ടർബോ ഓയിൽ ലീക്കാണ് മെയിനായിട്ടും. നല്ല രീതിക്ക് ഓയിൽ ലീക്കാണ്. ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സെൻസറിനകത്ത് ഓയിൽ കയറി കഴിഞ്ഞാൽ സെൻസ് ചെയ്യാതെ പിന്നെ വാഹനം വണ്ടി വലിക്കത്തില്ല, എഞ്ചിൻ ഓയിൽ കുറയും, ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഓയിൽ കത്തുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ വിഷയം. നമുക്ക് ഇതിൻ്റെ ടർബോയുടെ കോർ കിറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം, ഏത് കമ്പനിയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നോക്കാം. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ഈ ഒരു വാഹനത്തിന് CRDI 16 വാൽവുള്ള ഈ ഒരു ക്രെറ്റയുടെ എഞ്ചിൻ 1.4 ആണ്. 1.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CC ആണ് ഉദ്ദേശിക്കുന്നത്. 1400 CCക്കകത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ്, 1600 CC. അതാണെങ്കിൽ കുറച്ചുകൂടി പുള്ളിങ് കൂടുതലാണ്, പവറാണ്, ഭയങ്കര പവറാണ്. അതിന് VGT ടർബോയാണ് വരുന്നത്. ഈ 1.6ന് 1.4 വരുമ്പോൾ WGT ടർബോ ചാർജറാണ് വരുന്നത്. അപ്പം എഞ്ചിൻ്റെ CC കുറയും തോറും ടർബോയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ VGT ആണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡും അതുപോലെ തന്നെ പവർ കൂട്ടുന്നതും അതുപോലെ തന്നെ മൈലേജും കൂട്ടുന്നത് VGT ടർബോയാണ്. കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിരിക്കും വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതും പവറില്ല എന്നല്ല, പവറുണ്ട്, അത്യാവശ്യം പവറുണ്ട്. എന്നാലും എഞ്ചിൻ CCക്ക് അനുസരിച്ച് എഞ്ചിൻ്റെ ടർബോ ചാർജർ കൊടുക്കുന്ന രീതിയാണ്. പിന്നെ വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലോഡ് എത്രത്തോളം ലോഡ് കൂടുതലാണെങ്കിലും ടർബോയ്ക്ക് വ്യത്യാസം വരും. ടർബോ എന്ന് വെച്ചാൽ ലാഗ് കുറയ്ക്കാനും എൻജിൻ പെട്ടെന്ന് നല്ല പുള്ളിങ് കിട്ടാനൊക്കെ വേണ്ടിയും അതുപോലെയാണ് ഈ ടർബോ ചാർജർ അടക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടർബോ ചാർജർ കംപ്ലയിൻ്റ് ആകാൻ മെയിനായിട്ടുള്ള വിഷയം ഓയിൽ ലീക്കാണ് മെയിനായിട്ടുള്ള വിഷയം. അത് കംപ്ലയിൻ്റ് ആകാൻ വേണ്ടി ഈ ഒരു എയർ ഫിൽറ്റർ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ടർബോ. ഈ വാഹനം ഓടിയിട്ടില്ലാത്ത വണ്ടിയാണ് അധികം. 1,00,000-1.5 ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോഴാണ് കൂടുതലും ടർബോ കംപ്ലയിൻ്റ് ആകുന്നത്. ഇത് കഴിഞ്ഞ സർവീസിൽ വന്നപ്പോൾ നമ്മൾ ടർബോ ചാർജർ കംപ്ലയിൻ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു പൈപ്പ് ലൈനിനകത്ത് മൊത്തം ഓയിലായിരുന്നു. ഈ സെൻസറിനകത്ത് ഓയിൽ കയറാറായി വരുന്ന സമയത്താണ് കസ്റ്റമർ കൊണ്ടുവന്ന് ഇതുപോലെ പറഞ്ഞത് ഓയിൽ ലെവലും കുറവുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ടർബോയുടെ കോർ ഇതായി കാണുന്ന ടർബോയുടെ കോർ കംപ്ലയിൻ്റ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു. ഡൽഹിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 3 ദിവസത്തിനകത്ത് സാധനം നമുക്ക് കിട്ടി. E&E എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ടർബോ ചാർജർ കോർ കിറ്റാണ്. ഈ വെർണ ഫ്ലൂഡിക്കിന് നമ്മൾ ഒരുപാട് വാഹനത്തിന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മൻസ, എർട്ടിഗ, പിന്നെ പോളോ, വോക്സ് വാഗൺ പോളോ, അതിനും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. E&E അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടർബോ ചാർജറാണ്. അപ്പോൾ നമുക്ക് ടർബോയുടെ കോർ നമുക്ക് ഇളക്കിയിട്ട് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഓയിൽ കയറുന്നുണ്ടോയെന്ന് നിങ്ങളെ കാണിക്കുക എങ്ങനെയാണെന്ന്. ടർബോയുടെ കോർ ഇളക്കാം. കോറ് ടർബോയായിട്ടുള്ള വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എനർജി ആയിട്ട് എഞ്ചിനിൽ പവർ കൂട്ടാൻ വെച്ചിട്ടുള്ളതാണ് ടർബോ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈലൻസറിൽ കൂടി പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ ടർബോ ചാർജർ ടർബൈൻ വീൽ വെച്ച് കറക്കി അതേ ഷാഫ്റ്റ് തന്നെ ഇപ്പുറത്ത് കംപ്രസർ വീലിനെ എയർ കംപ്രസ് ചെയ്ത് അകത്തോട്ട് വലിച്ച് എഞ്ചിനകത്തോട്ട് കൊടുക്കുന്ന രീതിയാണ് ടർബോ ചാർജറിൻ്റെ പ്രവർത്തനം. എത്രത്തോളം എയർ കൊടുക്കുന്നു അത്രത്തോളം ഫ്യൂവൽ കുറയ്ക്കും. ഫ്യൂവൽ കുറച്ച് മൈലേജും പവറും കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ടർബോ ചാർജർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നേരെ ടർബോ ചാർജർ ഇളക്കി ഡീറ്റെയിൽ പറയാം. അങ്ങനെ നമ്മൾ ടർബോയുടെ പൈപ്പ് നമ്മൾ ഇളക്കി എടുത്തു. പൈപ്പിനകത്ത് ഓയിലിൻ്റെ അംശം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഓയിലുണ്ടോ, ഇത് ടർബോയിൽ നിന്ന് ഓയിൽ പുറത്തോട്ടടിച്ച് കളയുന്നതാണ്. ഇതുപോലെ ഔട്ടും ഉണ്ട്. ഔട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർകൂളറിനകത്ത് പോകുന്നതും അതുപോലെ തന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എയർ ഫിൽറ്ററിനകത്തോട്ട് പോകുന്നത് 2 രീതിയിലും ഓയിലടിച്ച് മൊത്തത്തിൽ കളയാണ്. അങ്ങനെ ഓയിൽ അളവ് കുറവുണ്ട്. ഓയിൽ നല്ല ഇൻ്റർകൂളറിനകത്ത് നല്ല ഓയിലിൻ്റെ അംശം ഉണ്ടായിരുന്നു കഴിഞ്ഞതിന് നമ്മൾ സർവീസ് ചെയ്ത് നോക്കിയപ്പോൾ. അങ്ങനെയാണ് ടർബോയുടെ കോറാണെന്ന് നമുക്ക് മനസ്സിലായി. ടർബോ ഓർഡർ ചെയ്ത് കൊടുത്തു. ടർബോ ഇളക്കി എടുക്കാൻ വേണ്ടി പോകുന്നു. ഈ കാണുന്ന ആക്ച്വേറ്ററാണ്. ഇത് WGT ടർബോയാണ്. WGT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജർ. എത്രത്തോളം സൈലൻസറിനകത്തോട് എയർ പോകുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം റൈസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഈ ടർബൈൻ വീൽ കറങ്ങി കംപ്രസ് ചെയ്ത് എഞ്ചിനകത്തോട്ട് പവർ കൊടുത്ത്, അപ്പോൾ ഈ ഒരു 100% എയർ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത്രത്തോളം ഇതിൽ എയർ ടർബൈൻ വീൽ കറക്കും. പക്ഷേ ഒരു പരിധി വരെ കറക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വേസ്റ്റ് ഗേറ്റായിട്ട് ഈ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു RPM ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം പകുതിയോളം RPM വരുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആക്ച്വേറ്റർ വലിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഈ ഒരു ടർബോ ചാർജർ കറക്കി എഞ്ചിനിലോട്ട് പവർ കൊടുക്കും. അത് കഴിഞ്ഞ് കറക്കി കഴിഞ്ഞാൽ എഞ്ചിൻ ടർബോ കംപ്ലൈൻറ്റ് വരും. കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ് ഈ ഒരു ആക്ച്വേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് വേസ്റ്റ് ഗേറ്റായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓയിലിൻ്റെ ഇന്നും ഉണ്ട് ഔട്ടും ഉണ്ട്. ഈ രണ്ടും ഇളക്കണം, ആക്ച്വേറ്റർ ഇളക്കണം, ഇതിൻ്റെ കവറിങ് ഇളക്കണം, എന്നിട്ട് ടർബോയുടെ കോറായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഇതായി കാണുന്നതാണ് ടർബോയുടെ കോർ കിറ്റ് നമ്മൾ ഇളക്കിയെടുത്തു. ഇതാണ് ടർബൈൻ വീൽ. എക്സോസ്റ്റ് ഗ്യാസിൽ കൂടി കറങ്ങുന്ന ടർബൈൻ വീലാണ്. അതിനനുസരിച്ചാണ് ഇതായി ഈ ഒരു ടർബൈൻ വീൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ വാഹനത്തിനും ഈ ഒരു മെത്തേഡായിരിക്കും ടർബൈൻ വീൽ വരുമ്പോൾ. ഇതിൻ്റെ ഒറ്റ ഷാഫ്റ്റിൽ കൂടിയാണ് മറു സൈഡിൽ കംപ്രസർ വീൽ കൊടുത്തിട്ടുള്ളത്. ഇതായി കാണുന്ന കംപ്രസർ വീലുണ്ടോ, അപ്പോൾ ഒറ്റ ഷാഫ്റ്റ് ആയിരിക്കും ഇത് കറങ്ങാനായിട്ട്. ഇത് നല്ല ഷേക്കുണ്ട്. ഇതിനകത്തൂടെ ഓയിൽ പുറത്തോട്ട് പോവുകയാണ്. ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി കാണുന്ന ഇന്നും ഇതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഔട്ടുമാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് കൂടി ഓയിൽ കയറ്റി തിരിച്ചിറക്കി വിടും. ഈ ഷാഫ്റ്റ് കറങ്ങാനായിട്ട് എഞ്ചിൻ ഓയിൽ എപ്പോഴും ആവശ്യമാണ്. എഞ്ചിൻ ഓയിലിൻ്റെ കട്ടി കൂടാനും പാടില്ല, എഞ്ചിൻ ഓയിലിൽ സ്ലഡ്ജ് കൂടാൻ പാടില്ല. ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ ഈ ടർബോ കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ എയറിന് ആവശ്യമായിട്ടാണ് ഈ ടർബോ വർക്ക് ചെയ്യുന്നത്. എയർ കറക്റ്റാണ്, നല്ല പ്യുവർ എയർ ആയിട്ട് ഇതിന് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ടർബൈൻ വീൽ കംപ്ലൈൻറ്റ് ആവും. ഈ 2 കാര്യമാണ് ഇതിന് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കേസിംഗ് ആണ് വരുന്നത്. കേസിംഗ് നമ്മൾ പുതിയതെടുക്കുമ്പോൾ കോർക്കിറ്റിൽ കേസിംഗ് വരത്തില്ല. അപ്പോൾ കേസിംഗ് നമ്മൾ മാർക്ക് ചെയ്തു, ഏത് ഭാഗത്തോട് സെറ്റ് ചെയ്യേണ്ട മാർക്ക് ചെയ്തു. ഇതിൽ കേസിംഗിൽ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് നമ്മൾ എടുത്ത് വിടണം. നല്ല ടെൻഷനാണ് ഈ ലോക്ക്. അപ്പം ലോക്ക് കറക്റ്റ് നമുക്ക് എടുത്തു വിട്ടതിന് ശേഷം ഈ ഒരു ഇത്രേ വരുന്നുള്ളൂ, ചെറിയൊരു കുറ്റി പോലെ ഇരിക്കും. അപ്പോൾ അത്രയും മാത്രമേ ഇത് ടർബോ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതായി കാണുന്നതാണ് കോർ കിറ്റ്. നമ്മളിപ്പോൾ ഇളക്കിയെടുത്തായിരുന്നു കോർ കിറ്റ് നല്ല ഷേക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ടർബൈൻ വീലും അതുപോലെ തന്നെ കംപ്രസർ വീലും ആയിട്ട് ഷാഫ്റ്റ് നല്ല ഷേക്ക് ഉണ്ട്. ഇതിനകത്ത് ഷേക്ക് വരുമ്പോഴാണ് പുറത്തോട്ട് ഓയിൽ അടിച്ച് കളയുന്നത്. അപ്പോൾ ഷേക്ക് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഒരു ഓറിംഗ് ഉണ്ട്. ഈ ഓറിംഗ് കറക്റ്റായിടണം, ഇല്ലെന്നുണ്ടെങ്കിൽ എയർ പുറത്തോട്ട് ലീക്കാവും. ഓറിംഗ് പുതിയതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലിൻ്റെ ഇന്നും ഔട്ടുമാണ് ഇതായി കാണുന്ന ലൈൻസ്. ഇത് ഔട്ടും ഇതായി കാണുന്ന ഇന്നുമാണ്. കുറച്ച് പ്രഷറിലായിരിക്കും അകത്തോട്ട് കയറി തിരിച്ച് പോകുന്നത്. അപ്പം ഒരു വാഷർ കൊടുത്തിട്ടുണ്ട്. ഇതായി കാണുന്നത് ടർബൈൻ വീലാണ്. എപ്പോഴും കറുത്ത കരിയും കാര്യങ്ങളൊക്കെ ഉള്ള സൈഡാണ് ടർബൈൻ വീൽ. ടർബൈൻ വീലിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയറിനെ സൈലൻസറിൽ പോകുന്ന എയറിനെ ഈ ഒരു പൊഴി ഉണ്ടോ, ഈ ഒരു ടർബൈൻ വീലിൻ്റെ പൊഴി, ഇത് നല്ല പ്രഷറിൽ ഇങ്ങനെ അടിച്ച് കറക്കുമ്പോൾ എയർ പുറത്തോട്ട് കളയുമ്പോൾ ഈ ഒരു ടർബൈൻ വീൽ കറങ്ങി ഒറ്റ ഷാഫ്റ്റിൽ ഈ ഒരു കംപ്രസർ വീലും കൂടെ കറങ്ങണമുണ്ടോ. ഇത് കറങ്ങുമ്പോഴാണ് എയർ പുറത്തുനിന്നുള്ള എയർ ഈ ഒരു കംപ്രസർ വീല് കംപ്രസ് ചെയ്ത് എഞ്ചിനിലോട്ട് എത്തിക്കും. അപ്പോഴാണ് ഈ ഒരു ഫ്രീ എനർജി ആയിട്ട് ടർബൈൻ വീല് ടർബോ വർക്കായി എഞ്ചിനിൽ പവർ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് കറക്റ്റാக ഓയിൽ ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ എയർ ഫിൽറ്ററും കറക്റ്റാக ചേഞ്ച് ചെയ്യണം. ഇത് രണ്ടുമാണ് ഇതിന് മെയിൻ. ഓയിൽ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ കറക്റ്റാണ് ഇതിനകത്ത് കയറി ഇറങ്ങി പോകണം, ഇത് വർക്ക് ചെയ്യാനുള്ള ഓയിൽ. രണ്ടാമത്തെ കേസ് എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ എയർ ആയിരിക്കണം. പൊടിയും മണ്ണും ഡസ്റ്റും ഒന്നും പാടില്ല. പ്യുവർ എയർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ടർബോ കിടക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ ഒരു തേയ്മാനം ഷേക്കുണ്ടായി ഓയിൽ പുറത്തോട്ട് അടിക്കാൻ തുടങ്ങും. ഈ കയറുന്ന എഞ്ചിൻ ഓയിൽ പുറത്തോട്ട് അടിക്കാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു മെയിനായിട്ടും. അത് പരിഹരിക്കാനാണ് നമ്മൾ E&E എന്ന് പറയുന്ന കമ്പനി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടർബോ കോർക്കിറ്റാണ് ഇതായി കാണുന്നത്. നമ്മൾ ഒരുപാട് വാഹനത്തിന് യൂസ് ചെയ്തിട്ടുണ്ട്. വെർണ ഫ്ലൂഡിക്കിനൊക്കെ ഒരു 10-30 മാറിയിട്ടുണ്ട്. ഇതുവരെ യാതൊരുവിധ കംപ്ലൈൻറ്റും വന്നിട്ടില്ല. കണ്ട E&E ടർബോസ്. ഇത് ടർബോയുടെ കോറാണ്. ഇതിൽ ടർബോ കോറ്. ഇതിൻ്റെ വാറണ്ടി കാർഡും ഡീറ്റെയിലൊക്കെ ഇതായിട്ടുണ്ട്. ഇതിൽ റിങ്ങുണ്ട്, പാക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടർബോ നമ്മൾ നോക്കിയായിരുന്നു കവറിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതായി കാണുന്നതാണ് ടർബോ ഷാഫ്റ്റ്, ടർബോ കോർ കിറ്റ്, ടർബോ ചാർജർ എല്ലാം പറയും. മൊത്തത്തിൽ വരുമ്പോൾ ഇതിൻ്റെ കേസിങ് 2 ഔട്ടും ഇന്നും കേസിങ് വരുമ്പോൾ ടർബോ ചാർജർ അസംബ്ലിയായി. കേസിങ് മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള വിഷയം. ചെറിയൊരു പുട്ടുകുറ്റിയിൽ അത്രയേ ഉള്ളൂ ഈ സാധനം. ഇതാണ് എഞ്ചിനിൽ കൂടുതൽ പവർ കൊടുത്ത് മൈലേജ് കൊടുത്ത് ഫുള്ളായിട്ട് ഒരു വാഹനത്തിനെ അടിപൊളിയാക്കുന്ന രീതി ഉണ്ടാക്കുന്നത് ഈ ഒരു ടർബോ ചാർജറാണ്. വാഹനത്തിന് പവർ കൂട്ടാനുള്ളത്. നമ്മൾ എത്രത്തോളം ആക്സിലേറ്റർ കൊടുക്കുമോ അത്രത്തോളം എയർ എഞ്ചിനിലോട്ട് പ്രൊഡ്യൂസായി എഞ്ചിനിൽ പവർ കൂട്ടി മൈലേജ് കൂട്ടി ഡീസലിൻ്റെ അളവും കുറയ്ക്കുന്നത് ഈ കാണുന്ന ടർബോ ചാർജറാണ്.
ഇത് അത്യാവശ്യം നല്ല കമ്പനിയാണ് E&E. ഞാൻ ഒരുപാട് വാഹനത്തിന് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ടർബോ കോർക്കിറ്റോ ഓയിലിലേക്കോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഓർഡർ ചെയ്തെടുത്ത് സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഡിസ്കൗണ്ടിൽ നമ്മൾ ചെയ്തു തരും. നമ്മൾ തന്നെ സാധനം ഓർഡർ ചെയ്ത് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യും. എമൗണ്ട് ചോദിച്ചാൽ മതി. വാട്സപ്പിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടർബോയുടെ കോർ കിറ്റ്. നിങ്ങൾ മാക്സിമം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നിങ്ങൾ നോക്കുക. എഞ്ചിൻ ഓയിലും അതുപോലെ തന്നെ എയർ ഫിൽറ്ററും. ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കേസിങ്ങിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ബ്ലോവറിൽ എയർ അടിച്ചൊന്ന് കറക്കി നോക്കി എങ്ങനെയാണെന്നോ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ വരയുന്നുണ്ടോ എന്നൊക്കെ കറക്കി നോക്കി വാഹനത്തിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വാഹനം ഓടിച്ച് നോക്കും. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിങ്ങൊക്കെ കറക്റ്റായിട്ട് എല്ലാം സെറ്റിങ്സ് എല്ലാം ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ ടർബോയുടെ കോർ കിറ്റ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. കോർ കിറ്റ് കേസിങ്ങിൽ സെറ്റ് ചെയ്തു. ഇതിലൊരു ലോക്ക് ഉണ്ടോ അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇപ്പോൾ നമ്മൾ ടർബൈൻ കറക്കിയാലും എഞ്ചിൻ ഓയിലിൻ്റെ ആവശ്യമുണ്ട്. എഞ്ചിൻ ഓയിൽ ഇല്ലാതെ ടർബൈൻ കറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഫ്റ്റ് തേയ്മാനം വന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മൾ എപ്പോൾ സെറ്റ് ചെയ്തെടുത്താലും ഈ ഒരു എഞ്ചിൻ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ബ്ലോവർ വെച്ച് എയർ അടിച്ച് നോക്കും എങ്ങനെയുണ്ടെന്ന്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിലെ കൂടെ എയർ ഔട്ടാണ് വരുന്നത്. നമ്മൾ ഇതിലെ കൂടെ എയർ കടത്തി വിട്ടിട്ട് ഈ ഷാഫ്റ്റ് കറങ്ങുന്നുണ്ടോ എവിടെയെങ്കിലും ഒരയുന്നുണ്ടോ നമുക്ക് പുറത്ത് വെച്ച് ചെക്ക് ചെയ്യാനുള്ള രീതിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ബ്ലോവർ എടുത്ത് ഇതായി കാണുന്ന ബ്ലോവർ വെച്ച് നമുക്ക് ഇതിലെ കൂടി എയർ ഒന്ന് അടിച്ച് ഈ ഒരു കംപ്രസർ വീല് കറക്കുമ്പോൾ ടർബൈൻ വീല് കറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോവർ വെച്ച് ഇതിലെ കൂടി എയർ എടുക്കുമ്പോൾ എത്ര RPM കറങ്ങുന്നുണ്ടോ? ഹൈ സ്പീഡിലാണ് ഈ ഒരു ടർബൈൻ വീല്. കറങ്ങുന്നുണ്ടോ? രണ്ട് ഷാഫ്റ്റും ഒരുപോലെ കറങ്ങുമ്പോഴാണ് ടർബൈൻ വർക്കിംഗ് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കറങ്ങുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് ഈ ഒരു വഴിയായിട്ട് കറക്കി വിടുമ്പോൾ കംപ്രസർ വീല് കറങ്ങും. ഇതിലേക്കൂടി എയർ പുറത്തോട്ട് കൊടുക്കുകയും എഞ്ചിനിലോട്ട് എയർ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ടർബൈൻ വർക്കിംഗ് ചെയ്യും. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതുവഴി നമ്മൾ കറക്കി നോക്കുന്ന രീതിയാണ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് കറങ്ങുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ എവിടെയും ഉറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റായിട്ട് സീറ്റിങ്സിൽ കറങ്ങി വർക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. എല്ലാം ഓക്കെയാണ്, വർക്കിംഗ് എല്ലാം ഓക്കെയാണ്. ഓക്കെ, നമ്മൾ വാഹനത്തിൽ ടർബോ സെറ്റ് ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി വലിയൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോ ഓയിലിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന പൈപ്പ് ലൈൻസൊക്കെ നമ്മൾ രണ്ടാമത് വണ്ടി റാമ്പിലിട്ട് നോക്കി. യാതൊരുവിധ ഓയിലേക്കും ഇല്ല. നമ്മൾ ഓടിച്ച് നോക്കിയാലേ ഓയിലേക്കും കാര്യങ്ങളും നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സാധനമാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയത്, ഓയിലിലേക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ള. കറക്റ്റായിട്ട് നിങ്ങൾ ഓയിൽ, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ എയർ ഫിൽറ്ററും കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത് ടർബോയുടെ കോർ കിറ്റാണ്. ചെറിയൊരു കോറാണ്. ഇതുപോലെയാണ് ബീറ്റ് ഡീസലിനും വരുന്നത്. ഇതേ കോർ സെറ്റപ്പാണ്. അപ്പോൾ VGTയും WGTയും തമ്മിൽ രണ്ട് ടൈപ്പാണ്. രണ്ടും വ്യത്യാസമുണ്ട്. വിലയും ഇത്രത്തോളം വിലയും കൂടും. അത് എഞ്ചിൻ CCക്ക് അനുസരിച്ച് വലിപ്പം കൂട്ടും, അതുപോലെ തന്നെ കുറയ്ക്കും. വണ്ടിയുടെ ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് വലിപ്പം കൂട്ടും കുറയ്ക്കും ടർബോയുടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടർബോയുടെ കോർ. നമ്മളെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ക്രെറ്റ ഡീസലിൻ്റെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി ഇനി കസ്റ്റമറിന് തിരിച്ച് വണ്ടി കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് വരിക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. വാട്സപ്പ് നമ്പറാണ്, മെസ്സേജ് മാത്രമേ ഉള്ളൂ. വിളിച്ചേക്കുന്ന നമ്പർ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.